ഹായ്, ലീനിയർ ആൾജിബ്ര, മാത്സിൻ്റെ നെറ്റ് എക്സാം, NBHM, മാത്സിൻ്റെ PhD എൻട്രൻസ് എക്സാംസ്, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള അഡ്വാൻസ്ഡ് ലീനിയർ ആൾജിബ്രയുടെ തിയറി കൺസെപ്റ്റ്സും കുറേ പ്രോബ്ലംസും ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് വീഡിയോകളുടെ ഒരു തുടക്കമാണ് ഈ വീഡിയോ. ഇതിൻ്റെയൊക്കെ സിലബസ് പറഞ്ഞുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. ഇതിൻ്റെയൊക്കെ സിലബസിലുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ വരും വീഡിയോകളിൽ കവർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ സിലബസ് ഓൺലൈനിൽ അവൈലബിളുമാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഞാൻ വീഡിയോകൾക്ക് റെഫർ ചെയ്യുന്ന രണ്ട് പുസ്തകങ്ങളുടെ പേര് എഴുതിത്തരാം. പക്ഷേ അതിനുമുമ്പ് ഒരു കാര്യം പറയാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ആ വീഡിയോകളൊക്കെ പ്ലാൻ ചെയ്തത് അതൊക്കെ സെൽഫ് കണ്ടെയ്ൻഡ് ആവണം എന്നുള്ള രീതിയിലാണ്. അതായത് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ട കാര്യങ്ങൾ ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എങ്കിലും ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് വീഡിയോകളൊക്കെ റെഫർ ചെയ്യുന്ന രണ്ട് പുസ്തകങ്ങളുടെ പേര് ഇവിടെ എഴുതാം. ഓക്കെ, വേറെ ഞാൻ ഇവിടെ എഴുതിയ ബുക്കാണ് ലീനിയർ ആൾജിബ്രയുടെ നല്ല ബുക്ക് ഒന്നും ഞാൻ ക്ലെയിം ചെയ്തില്ല. എനിക്കിഷ്ടപ്പെട്ട രണ്ട് ബുക്കിൻ്റെ പേര് ഇവിടെ എഴുതുന്നു മാത്രം. ലീനിയർ ആൾജിബ്രയുടെ ഒരുപാട് നല്ല ബുക്കുകളുണ്ട്, നിങ്ങൾക്ക് ഏതും റെഫർ ചെയ്യാം. മാത്രമല്ല ഞാൻ എഴുതിയ ഞാൻ ഈ ബുക്കുകളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം ആയിക്കോളണമെന്നില്ല എൻ്റെ വീഡിയോയിൽ പറയുന്നത്. എനിക്കൊരു കൺസെപ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഈ ബുക്കുകളിൽ നിന്നാവാം, ചിലപ്പോൾ വേറെ ബുക്കുകളിൽ നിന്നാവാം, ചിലപ്പോൾ എൻ്റേതായ രീതിയിലാവാം, ഒക്കെ ആവാം. ഇനി ഞാൻ റെഫറൻസ് ബുക്കുകൾ എഴുതിയിട്ട് നേരെ സബ്ജക്റ്റിലേക്ക് പോകും. ഈ രണ്ട് ബുക്സാണ് ഞാൻ മെയിനായിട്ട് വീഡിയോകൾക്ക് വേണ്ടി റെഫർ ചെയ്യുക. ഇത് രണ്ടും നല്ല ബുക്സാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നൊന്നുമില്ല. ഇതിൽ തന്നെ രണ്ടാമത്തെ ബുക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിൽ ലീനിയർ ആൾജിബ്ര മാത്രമല്ല, അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന നല്ലൊരു ബുക്കാണ്. ഇദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഓൾറെഡി കൂടെ ഞാൻ പറഞ്ഞു, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ബുക്സ് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വീഡിയോ ഒക്കെ സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഇനി ഞാൻ നേരെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വെക്ടർ സ്പേസ് എന്നൊരു കൺസെപ്റ്റാണ്. ഈ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടാവും. നമ്മളിതിൻ്റെ ഡെഫിനിഷനിലേക്ക് അല്പം ഇൻഡ്യൂട്ടീവ്ലി നാച്ചുറലി വരാൻ ശ്രമിക്കുക. അധികം സമയം എടുക്കില്ല, വളരെ പെട്ടെന്ന് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യും. അപ്പോൾ വെക്ടർ സ്പേസ് എന്താണെന്നും അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി ഈ നാച്ചുറൽ നമ്പേഴ്സിലെ NL സംഖ്യകൾ, അതിലേക്ക് മനുഷ്യൻ എങ്ങനെ എത്തിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം നാച്ചുറൽ നമ്പേഴ്സിലേക്ക് മനുഷ്യൻ എങ്ങനെ എത്തിയെന്ന് പറയും. എന്നിട്ട് അതുവഴി ഗ്രാജ്വലി ഈ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷനിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് കൊണ്ടുവരാം നിങ്ങളെ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിലേക്ക് എങ്ങനെ നമ്മൾ എത്തിയെന്ന് മനസ്സിലാക്കാൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിൻ ഓഫ് നമ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന പുസ്തകങ്ങളിൽ കാണുന്ന ഈ NL സംഖ്യയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പ്രോബ്ലം ഞാൻ പറയാം. യെസ്, അതായത് മനുഷ്യൻ NL സംഖ്യ എണ്ണാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പത്തെ കാലത്ത് പ്രാചീന മനുഷ്യൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എടുക്കാം. ആ പ്രോബ്ലം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ NL സംഖ്യ ഉണ്ടാക്കി നമുക്ക് മനസ്സിലാക്കാം. പ്രോബ്ലം അതാണ്. നിങ്ങൾക്കറിയാലോ, വളരെ പ്രാചീന കാലഘട്ടത്തിൽ മനുഷ്യന് എണ്ണേണ്ട ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യ വളരെ കുറവാണ്, എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, യാതൊരു കോമ്പറ്റീഷനും ഇല്ല. അപ്പോൾ മനുഷ്യന് ഈ എണ്ണേൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവുമായിരിക്കില്ല അല്ലേ? യെസ്. അപ്പോൾ പിന്നീട് ജനസംഖ്യ വളരെ കൂടി അല്ലേ? അപ്പോഴാണ് മനുഷ്യന് കൃഷി ചെയ്യേണ്ട ആവശ്യം വന്നതും അല്ലേ? സാധനങ്ങളൊക്കെ ആവശ്യത്തിന് ഇല്ലാതാവുമ്പോഴാണ് അതിന് കൃഷി ചെയ്തുണ്ടാക്കാൻ തുടങ്ങുക, മൃഗങ്ങളെ വളർത്താനൊക്കെ തുടങ്ങുക. ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രശ്നമാണ് മനുഷ്യൻ ഫേസ് ചെയ്തൊരു പ്രശ്നം വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒറിജിൻ ഓഫ് നമ്പേഴ്സിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്നൊരു പ്രശ്നം. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഈ കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങിയ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ വളർത്തി തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ഒരു ഗുഹാ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക അല്ലെ? അന്ന് ആളുകൾ ഗുഹയിലൊക്കെയാണല്ലോ താമസിക്കുക. സോ ആ ഗുഹാ മനുഷ്യന് ഒരുപാട് ആളുകളുണ്ട്, കുറേ ആടുകളുണ്ട് അല്ലേ? ഇന്നാണെങ്കിൽ 500 ആട് 600 ആട് എന്നൊക്കെ പറയാം. പക്ഷേ അന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം NL സംഖ്യ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അയാൾക്ക് കുറേ ആടുകൾ അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇയാൾ ദിവസവും രാവിലെ ഈ ആടുകളൊക്കെ കൊണ്ട് ആടിന് തിന്നാൻ പറ്റുന്ന പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി, പുല്ലോ എന്താ വെച്ചാൽ ആട് തിന്നണ ആടിൻ്റെ ഭക്ഷണമൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആടിനെ മേയാൻ വിടും അല്ലേ? എല്ലാ ദിവസവും രാവിലെ ചെയ്യാം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഈ ആടിനൊക്കെ തിരിച്ച് അയാൾ ഗുഹൻ്റെ അടുത്ത് ഈ ആടിനൊക്കെ താമസിപ്പിക്കാനുണ്ടാകുന്ന കൂടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഈ ആടിനൊക്കെ തിരിച്ച് അവിടെയാണ്. അപ്പോൾ ഇയാൾ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്തായിരിക്കും? ഇയാളൊന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കൂ. NL സംഖ്യ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇയാളുടെ കയ്യിൽ കുറേ ആടുണ്ട്. ഇയാൾ എല്ലാ ദിവസവും രാവിലെ ആടിനെ കൊണ്ടുപോയി മേയാൻ വിടും, തിരിച്ച് ആടിനെ കൊണ്ടുപോയി വൈകുന്നേരം ആടിനെ തിരിച്ച് കൊണ്ടുവരും. അപ്പോൾ ഇയാൾ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്തായിരിക്കും? ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കൂ. അയാൾ ഫേസ് ചെയ്ത പ്രശ്നം അതാണ്. രാവിലെ കൊണ്ടുപോയ ആടുകളൊക്കെ വൈകുന്നേരം തിരിച്ച് തൻ്റെ കൂടെ എത്തിയോ? ഈ ഒരു പ്രശ്നം അയാളെന്നും ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇന്നാണെങ്കിൽ എന്ത് ചെയ്യും? ഇയാളുടെ കയ്യിൽ ആട് എത്രയാണെന്നൊരു എണ്ണ നമുക്കുണ്ടാവും അല്ലേ? 500 ആടാണ്. അപ്പോൾ വൈകുന്നേരം തിരിച്ച് 500 ആട് വന്നോളൂ നോക്കി എണ്ണി നോക്കിയാൽ മതി.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം രാവിലെ കൊണ്ടുപോയി ആടൊക്കെ തിരിച്ചെത്തിയിരുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇയാൾക്ക് അങ്ങനെ ഒരു സംവിധാനമല്ല. അപ്പോൾ ഇയാൾ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ടാവും? ഇതിന് അവർ അഡ്രസ്സ് ചെയ്ത രീതി, നമ്പർ തിയറിൻ്റെ പുസ്തകങ്ങളിൽ കാണുന്ന രീതി എന്ന് വെച്ചാൽ പല രീതികളിൽ ഈ പ്രശ്നം അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുഹാമനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഞ്ചി എടുക്കും, തോൽ സഞ്ചി എന്തോ എടുക്കും, എന്നിട്ട് കുറേ ചെറിയ ചെറിയ കല്ലുകൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം ഈ ആടിൻ്റെ കൂട്ടിലേക്കോ അല്ലെങ്കിൽ ആടിനെ താമസിപ്പിക്കുന്ന സെറ്റപ്പിലേക്കോ ആടിനെ എൻ്റർ ചെയ്യുമ്പോൾ, ഓരോ ആടും അതിലേക്ക് കയറുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കല്ലെടുത്തിട്ട് തന്നെ സഞ്ചിയിലിടും. അടുത്ത ആടിന് അടുത്ത കല്ല്, അടുത്ത ആടിന് അടുത്ത കല്ല്, അങ്ങനെ ഇയാൾ ഓരോ ആടും ഈ കൂട്ടിലേക്ക് കയറുന്നതനുസരിച്ചിട്ട് ഓരോ കല്ലെടുത്തിട്ട് തൻ്റെ സഞ്ചിയിലേക്ക് ഇടും അല്ലേ. അങ്ങനെ എല്ലാ ആടും കയറി കഴിയും. അവസാനത്തെ ആടിന് കറസ്പോണ്ടിങ് ഒരു കല്ലെടുത്ത് ഇയാളിട്ടുണ്ടാവും. അങ്ങനെ അവസാനത്തെ ആടും കയറി കഴിയുമ്പോൾ ഇയാൾ ആ പരിപാടി നിർത്തും. എന്നിട്ട് ആ സഞ്ചി കെട്ടി വെക്കും. എന്നിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പിറ്റേന്ന് ഇതേപോലെ ആടിനെ മേയാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരുന്ന ഇയാൾ എന്ത് ചെയ്യും, രാവിലെ കൊണ്ടുപോയി ആടൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ ഈ സൂക്ഷിച്ച് വെച്ച സഞ്ചി, കല്ലുകൾ സൂക്ഷിച്ച് വെച്ച സഞ്ചി എടുക്കും. എന്നിട്ടൊരു പാത്രം എന്തോ സൈഡിൽ വെച്ചിട്ട് ആട് വൈകുന്നേരം തിരിച്ച് കൂട്ടിലേക്ക് കയറ്റുന്ന സമയത്ത് ഒരു ആട് കയറുമ്പം ഒരു കല്ലെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് എടുത്തു, സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്തിട്ട് ഒഴിവാക്കും. അടുത്ത ആടിന് അടുത്ത കല്ലെടുത്ത് സഞ്ചി പാത്രത്തിലേക്ക് ഇടും, അടുത്ത ആടിന് അടുത്ത കല്ലെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടും. അങ്ങനെ ഓരോ ആട് കയറുമ്പോഴും ഓരോ കല്ലെടുത്ത് തൻ്റെ സഞ്ചിയിൽ നിന്ന് സൂക്ഷിച്ച സഞ്ചിയിൽ നിന്ന് ഓരോ കല്ലെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇടും അല്ലേ. എന്നിട്ട് അവസാനത്തെ ആട് കയറുമ്പോൾ ഇയാൾ അവസാനത്തെ കല്ലെടുത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് മനസ്സിലാക്കും, രാവിലെ പോയ ആടുകളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ല, ഈ ആടുകളൊക്കെ കയറി കഴിഞ്ഞിട്ടും സഞ്ചിയിൽ കല്ല് ബാക്കിയുണ്ടെങ്കിൽ അയാൾ എന്ത് മനസ്സിലാക്കും, ഏതോ കുറച്ച് ആട് മിസ്സിങ് ആണ്. അപ്പോൾ അയാൾ പുറത്തൊക്കെ തപ്പി നോക്കും അല്ലേ. ഇനി അതല്ല, കല്ലുകളൊക്കെ കഴിഞ്ഞിട്ടും ആട് പിന്നെയും കയറി വരുന്നതിൽ അയാൾ എന്ത് മനസ്സിലാക്കും, തൻ്റെ ആടുകൾ ഏതോ പ്രസവിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആടുകൾ തൻ്റെ ആടുകളുടെ കൂടെ കൂടിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട് അധികം വന്നു അയാൾ മനസ്സിലാക്കും അല്ലേ. സോ ഇതാണ്, ഈ കല്ലുകളാണ് നമ്മളെ എണ്ണൽ സംഖ്യയുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രാചീന രൂപം. ഞാൻ പറഞ്ഞ മനസ്സിലായാലോ? ശരിക്കും ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഗുഹാമനുഷ്യൻ്റെ കയ്യിലുള്ള ആ കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ ഇന്നത്തെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എണ്ണൽ സംഖ്യയുടെ ഒരു പ്രാചീന രൂപമാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഈ കല്ലുകൾ മാത്രമല്ല അന്നത്തെ മനുഷ്യന്മാർ ഈ ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു കേട്ടോ. വേറെയും പല മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒറിജിൻ ഓഫ് നമ്പേഴ്സിൻ്റെ പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ഇനിവേ ഇത്തരം ചെറിയ ചെറിയ കല്ലുകൾ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു പ്രാചീന രൂപമാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷേ മനുഷ്യൻ്റെ ഒരു രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ കൂടുതൽ എളുപ്പവഴികൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കും. ഈ കല്ലുകളുടെ ഉപയോഗം അത്ര സിമ്പിളായ ഒരു രീതിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഗുഹാമനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ആടുകളുണ്ടെങ്കിൽ അത്രയും കല്ലുകൾ ഒരു ചാക്കിലാക്കി സൂക്ഷിക്കണം. മാത്രമല്ല അയാൾക്ക് ആടുകൾ മാത്രമല്ല, പശുക്കളുണ്ടാവാം, തേങ്ങകളുണ്ടാവാം, മാങ്ങകളുണ്ടാവാം, അങ്ങനെ പല പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇയാൾ അതിനൊക്കെ കണക്ക് സൂക്ഷിക്കണമെങ്കിൽ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇയാൾ ഇങ്ങനെ കല്ലുകളുടെ സഞ്ചികൾ സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, അന്നത്തെ ആ ഗുഹാമനുഷ്യൻ്റെ മകളുടെ കല്യാണം വിചാരിക്കുക. അന്നൊക്കെ ഇങ്ങനെ കല്യാണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ വെറുതെ അങ്ങ് പറയാണ്. സപ്പോസ് നമ്മുടെ ഗുഹാമനുഷ്യൻ്റെ, നമ്മുടെ ആട് മുതലാളിയായ ഗുഹാമനുഷ്യൻ്റെ മകളുടെ കല്യാണമായി വിചാരിക്കുക. അയാൾ നാട്ടിലുള്ള എല്ലാവർക്കും കോഴി ബിരിയാണി വെച്ചെടുക്കണം വിചാരിക്കുക. കോഴി ബിരിയാണി ഒന്നും ഉണ്ടാവാനൊരു സാധ്യതയില്ല, എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല എന്തുകൊണ്ടോ. ഇനിവേ സപ്പോസ് അയാൾ നാട്ടിലുള്ള എല്ലാവർക്കും കോഴി ബിരിയാണി വെച്ച് കൊടുക്കാൻ വിചാരിക്കുക. അപ്പോൾ ഇയാൾക്ക് കോഴി വേണം, ഇയാൾ കോഴിനെ വളർത്തുന്നില്ല. അപ്പോൾ കോഴി മുതലാളിയായ ഏതോ ഗുഹാമനുഷ്യൻ്റെ അടുത്ത് അയാൾ പോകണം അല്ലേ. എന്നിട്ട് അയാളോട് കോഴി വാങ്ങണം അല്ലേ. അപ്പോൾ കോഴി വാങ്ങുമ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, ഇയാളുടെ കയ്യിൽ ആടാണുള്ളത്. അപ്പോൾ ആടും കോഴിയും വെച്ചിട്ടാണ് അയാൾ പരസ്പരം മാറുക. അപ്പോൾ ഇയാൾ ഇപ്പം ഇന്നത്തെ രീതിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാമോ, ആദ്യം ഒരാടിന് 10 കോഴിനെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കോഴി വേണം? 1000 കോഴി വേണം. അങ്ങനെയാണെങ്കിൽ ഒരു 100 ആടിന് കൊടുക്കുക, എന്നിട്ട് 1000 കോഴിയായിട്ട് പോരുക. അത് വളരെ സിമ്പിളായെന്ന് പറയാം അല്ലേ. പക്ഷെ അന്നത്തെ ഈ ആട് മുതലാളിയായ ഗുഹാമനുഷ്യനും കോഴി മുതലാളിയായ ഗുഹാമനുഷ്യനും തമ്മിലുള്ള ഈ ബിസിനസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കല്ല് ഉപയോഗിച്ചിട്ട് അവരത് ചെയ്യുമോ? എങ്ങനെ ചെയ്യാം? ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ആ സാധനം അല്ലേ. അത് നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ അത്ര സിമ്പിളല്ല അല്ലേ. ആ ബിസിനസ് അവരെങ്ങനെ പറയും, അതെങ്ങനെ അവർ പൂർത്തിയാക്കും, അതൊന്ന് ആലോചിച്ച് നോക്കും. ഇത് വളരെ സിമ്പിളാണ്, നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യുക സാധനം. അപ്പോൾ ഈ കല്ലുകളുടെ ഉപയോഗം അത്ര സിമ്പിളല്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് പല പല മോഡിഫിക്കേഷൻസ് വന്നു. അതിൻ്റെ ലേറ്റസ്റ്റ് മോഡിഫിക്കേഷനാണ് നമ്മളെ കയ്യിലെ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഉദാഹരണം, അപ്പോൾ നമ്മളെന്താ അതിൻ്റെ മോഡിഫിക്കേഷൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ കല്ലുകൾക്ക് പകരം
വാക്കുകൾ ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ മലയാളികൾ നമ്മൾ അതിലുപയോഗിച്ച ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ത് 1, 2, 3, 4 അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക അല്ലേ. നമ്മൾ സ്കൂളൊക്കെ ചെയ്ത പരിപാടി അതൊരു ഓർഡറിലൊക്കെ പഠിപ്പിക്കും. അത് പഠിക്കാനും വളരെ എളുപ്പമാണ്. കാരണം ഈ സാഹിത്യകാരന്മാർ കഴിഞ്ഞ് നല്ല റോളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വരെ പഠിച്ചാൽ മതി. 11 പഴയ 1, 12 പഴയ 2 ഉപയോഗിച്ചിട്ട് തന്നെയാണ് അല്ലേ. 21, 22 ഇതൊക്കെ പഴയ 1, 2 വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ് അല്ലേ, പ്രത്യേക രീതിയിൽ. അപ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പമുള്ള വേർഡ്സ് ആ ഓർഡറിൽ തന്നെ. അപ്പോൾ ഈ വാക്കുകൾ ഇങ്ങനെ 1, 2, 3 വാക്കുകൾ ഒരു പ്രത്യേക ആ ഓർഡറിൽ നമ്മളങ്ങ് പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കല്ലുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പോൾ പഴയ മനുഷ്യൻ്റെ സാഹചര്യത്തിന് എടുക്കുക. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം ആടുകൾ നമ്മുടെ കൂട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ഓരോ ആടിന് കറസ്പോണ്ടി ഓരോ വാക്ക് പറയും. ആദ്യത്തെ ആടിന് 1 എന്ന് പറയും, പിന്നെ താട് കയറുമ്പോൾ 2 എന്നുള്ള വാക്ക് പറയും, അടുത്ത ആട് കയറുമ്പോൾ 3 എന്നുള്ള വാക്ക് പറയും. അങ്ങനെ അവസാനത്തെ ആട് കൂട്ടിലേക്ക് കയറുമ്പം 268 എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 268 ഞാൻ ഓർത്ത് വെക്കും. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസവും ഇതുപോലെ ആട് കയറുമ്പോൾ ഞാൻ ആ വാക്ക് ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ പറയും. അങ്ങനെ ഞാൻ പിറ്റേന്നും 268 എന്നുള്ള വാക്ക് ഞാൻ പറയുമ്പോൾ അവസാനത്തെ ആട് കൂട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കും, ആടൊന്നും നഷ്ടപ്പെട്ടില്ലാണ്. അല്ല, ഞാൻ 268 പറയുന്നതിന് മുമ്പേ തന്നെ ആടുകളൊക്കെ തീർന്നു പോയെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കും, എൻ്റെ ആട് ഏതോ മിസ്സിംഗ് ആണ് ഞാൻ മനസ്സിലാക്കും. അതല്ല, ഞാൻ 228 എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും ആട് പിന്നെയും കയറി വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കും, എൻ്റെ ആടുകൾ ഏതോ പ്രസവിച്ചിടുന്നോ അല്ലെങ്കിൽ വേറെ ഏതോ ആടുകൾ എൻ്റെ കൂട്ടത്തിൽ വന്നോ ഞാൻ മനസ്സിലാക്കും അല്ലേ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളാണ്. മാത്രമല്ല ഈ 200 നമ്പേഴ്സിനെ കുറിച്ച് എനിക്കറിയാം. നമ്പേഴ്സ് വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗോയിൻ്റെ ആടിൻ്റെ പ്രശ്നത്തിൽ നമ്പേഴ്സ് ഉപയോഗിക്കും വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ നമ്പേഴ്സ് കൂട്ടാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഫെസിലിറ്റീസുള്ള വളരെ അടിപൊളിയായുള്ള ഒരു ടൂളാണ് നമ്പേഴ്സ്. അങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ അകത്ത് നിന്ന് പിന്നെ എന്ത് ചെയ്തു, റാഷണൽ നമ്പേഴ്സ് ഡെവലപ്പ് ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്, ഞാൻ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. 0 ഡെവലപ്പ് ചെയ്തു, ഇറാഷണൽ നമ്പേഴ്സ് ഡെവലപ്പ് ചെയ്തു, നെഗറ്റീവ് നമ്പേഴ്സ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ കയ്യിൽ റിയൽ നമ്പേഴ്സ് എന്നുള്ള ഈ സംഭവം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഈ നാച്ചുറൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എങ്ങനെ ഉണ്ടായി, ഇറാഷണൽ നമ്പേഴ്സ് എങ്ങനെ ഉണ്ടായി, ആ വക ഡിസ്കഷൻസ് ഒക്കെ വളരെ രസകരമാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷനിലേക്ക് വളരെ പെട്ടെന്ന് വരലാണ്. അതുകൊണ്ട് നമ്മൾ വഴിമാറിപ്പോണ്ട, അത്തരം ചർച്ചകളിൽ നിന്നൊക്കെ നമ്മൾ മാറിക്കുകയാണ്. സോ ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു പവർഫുൾ ടൂൾ ഉണ്ട് അല്ലേ. നമ്മളത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നീളം കാണാൻ റിയൽ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത്, ദൂരം കാണാൻ റിയൽ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത്, ഏരിയ കാണാൻ, വോളിയം കാണാൻ, സമയം, അങ്ങനത്തെ ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് നമ്മൾ റിയൽ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് വളരെ വൃത്തിക്ക് ഹാൻഡിൽ ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചാൽ ഇഷ്ടംപോലെ കിട്ടും അല്ലേ. അപ്പോൾ ഈ റിയൽ നമ്പർ സിസ്റ്റം നമ്മൾ ഇന്നത്തെ ഒരു പവർഫുൾ ടൂളാണ്. അത് ഉപയോഗിച്ചിട്ടൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് എൻ്റെ വീടിന് ചുറ്റിടത്തായിട്ട് ഇവിടെ എനിക്ക് 20 സെൻറ്റ് സ്ഥലം ഉണ്ട് വിചാരിക്കുക. പിന്നെ കുറച്ച് അപ്പുറത്ത് കുന്നിൻ്റെ മുകളിൽ ഒരു 30 സെൻറ്റ് സ്ഥലം വേറെ ഉണ്ട് വിചാരിക്കുക. ഈ 20 സെൻറ്റിൻ്റെ ഞാനിതെല്ലാം വിൽക്കാൻ പോകുക വിചാരിക്കുക. അപ്പോൾ ഈ 20 സെൻറ്റ് സ്ഥലം ഇവിടെ സെൻറ്റിന് 10,000 രൂപ എന്ന് വിചാരിക്കുക. പിന്നെ 10,000 ഒന്നല്ല, ഇനി 10,000 രൂപ എന്ന് വിചാരിക്കുക. ഇനി തൊട്ടപ്പുറത്ത് കുന്നിൻ്റെ മുകളിലെ സ്ഥലത്തിന്, പക്ഷേ കുന്നിൻ്റെ മുകളിലൊക്കെ ആണ് സെൻറ്റിന് അവിടെ 5,000 ഉള്ളൂ വിചാരിക്കാം. യെസ്. അപ്പോൾ ഇവിടെ 20 സെൻറ്റ് 10,000, കുന്നിൻ്റെ മുകളിൽ 30 സെൻറ്റ് 5,000 വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ മൊത്തം സ്ഥലത്തിന് എത്ര വില കിട്ടും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് കണക്കൂട്ടികൾ പറയില്ലേ. അപ്പോൾ ആ റിയൽ നമ്പർ സിസ്റ്റം നമ്മൾക്ക് തന്ന ഈസിനെസ്സാണ് കാണിക്കുന്നത്. അതൊക്കെ ഇത്തരം ഏരിയ ഒക്കെ വളരെ വൃത്തിക്ക്, ഏരിയ, ഡിസ്റ്റൻസ്, ടൈം, ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒക്കെ വളരെ വൃത്തിക്ക് റിയൽ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി ഈ റിയൽ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ടും ഡീൽ ചെയ്യാൻ പറ്റാത്ത ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം ഒരു പ്രശ്നമാണ് ഞാൻ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുക. നമ്മൾ പ്രാചീന മനുഷ്യൻ്റെ ആ ആടുകളുടെ പ്രശ്നം നമ്മൾ ഡീൽ ചെയ്തപ്പം അവിടെ നിന്നാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാക്കിയത്. നമ്മൾ ഇതുവരെ റിയൽ നമ്പർ സിസ്റ്റത്തിൽ കിട്ടിയത്. അതേപോലെ ഇതൊന്നും വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു പ്രാചീന മനുഷ്യൻ്റെ, എന്ന് പറഞ്ഞാൽ അത്ര പ്രാചീനല്ല, ഒരു മോഡേൺ പ്രാചീന മനുഷ്യൻ്റെ വേറൊരു പ്രശ്നം ഞാൻ അടുത്ത വീഡിയോ എടുക്കും. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വെക്ടർ സ്പേസിലേക്ക് വരാം. ഓക്കെ, അതാണ് എൻ്റെ പ്ലാൻ. കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാം. ഓക്കെ.